ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 140 സന്ദേശം. പരിശുദ്ധമായ സ്നേഹം ഒരിക്കലും വഴിതെറ്റിക്കില്ല. അതിന്റെ പ്രകാശം അതിശയകരമാംവിധം സമൃദ്ധമാണ്. ദൈവത്തിന് അപ്രീതി ജനിപ്പിക്കുന്ന ഒന്നും അത് ചെയ്യുകയില്ല. ദൈവത്തെ കൂടുതൽ പ്രീതിപ്പെടുത്തുന്നവ ചെയ്യുന്നതിൽ അതിന് നൈപുണ്യമുണ്ടായിരിക്കും. ആർക്കും അതിനെ വെല്ലുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധമായ യാഗം പോലെ അർപ്പിക്കപ്പെടാനും തന്നെ ശൂന്യവൽക്കരിക്കാനും അതിന് സന്തോഷമായിരിക്കും. എത്രമാത്രം നൽകുന്നുവോ അത്രമാത്രം സന്തോഷം അതനുഭവിക്കും. വിശുദ്ധ ഫൗസ്റ്റീന തനിക്കുണ്ടായ ദൈവസ്നേഹത്തിന്റെ ആഴമേറിയ അനുഭവവും ബോധ്യവും തന്റെ ഡയറിയിൽ കുറിച്ചിടുക ഇങ്ങനെയാണ്: പരിശുദ്ധമായ സ്നേഹം ഒരിക്കലും വഴിതെറ്റിക്കില്ല. ദൈവം സ്നേഹമാകുന്നു. ദൈവത്തോളം പരിശുദ്ധമായൊരു സ്നേഹം മനുഷ്യൻ വേറെ ഒരിടത്തും അന്വേഷിക്കേണ്ടതില്ല. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം തിരുമനസ്സാകുന്നു എങ്കിൽ പോലും, അല്ലെങ്കിൽ ദൈവം തിരുമനസ്സാകുന്നില്ലെങ്കിൽ ഒരിക്കലും ഈ സ്നേഹത്തിന്റെ ആഴം ഒരു മനുഷ്യാത്മാവിന് ഈ മാനുഷികമായ ചുറ്റുപാടിൽ അനുഭവിച്ച് തീർക്കുക സാധ്യമല്ല. സ്വർഗത്തോളം നിത്യതയോളം ഈ ആത്മാവിന് ഈ സ്നേഹത്തിന്റെ പുതുമ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് നിത്യത അല്ലെങ്കിൽ നിത്യജീവൻ, അനന്തത എന്നൊക്കെ നമ്മുടെ രക്ഷയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുക? കാരണം അനന്തമാണെങ്കിലും അനുഭവിച്ചു തീരാത്ത സ്നേഹത്തിന്റെ ആഴമാണ് ദൈവം. മിസ്റ്റർ ഓസ്റ്റിന പറയുന്ന ഇതാണ്: പരിശുദ്ധമായ സ്നേഹം ഒരിക്കലും വഴിതെറ്റിക്കില്ല. അതിന് രണ്ട് വശങ്ങളുണ്ട്. ദൈവത്തോട് എനിക്ക് പരിശുദ്ധമായ സ്നേഹമാണെങ്കിൽ ആ ദൈവസ്നേഹത്തെ പ്രതി ഞാൻ എടുക്കുന്ന ഒരു കാര്യവും ഒരിക്കലും എന്നെ വഴിതെറ്റിക്കുന്നതായിരിക്കില്ല. ഇനി അതിനേക്കാളേറെ ദൈവം ദൈവമായിട്ട് തന്നെ എന്നെ സ്നേഹിക്കുന്നതിനാൽ അവിടുത്തെ പരിശുദ്ധമായ സ്നേഹം എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, അവകാശപ്പെടുത്തിയിരിക്കുന്നു. ആ സ്നേഹം എൻ്റെ ജന്മാവകാശമാണ്. നമുക്ക് ഇങ്ങനെയും പറയാം: ദൈവം ഒരിക്കലും എന്നെ വഴിതെറ്റിക്കുകയില്ല. അവൻ എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എൻ്റെ നാശത്തിനല്ല, എൻ്റെ ക്ഷേമത്തിനും ശോഭനമായ ഭാവിക്കും വേണ്ടിയുള്ള പദ്ധതിയാണ്. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുമ്പോഴും, എൻ്റെ ദൈവം എൻ്റെ പിതാവായിരിക്കുമ്പോഴും, എൻ്റെ ദൈവം ദൈവത്തെ പോലെ എന്നെ സ്നേഹിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും തകർച്ചകളും പരാജയങ്ങളും ഒന്നും എൻ്റെ ഇടർച്ചകളല്ല. എൻ്റെ ദൈവം എന്നെ വഴിതെറ്റിക്കുന്നതല്ല. പലപ്പോഴും ആത്മീയതയിൽ പുരോഗമിക്കുമ്പോൾ ചില വ്യക്തികൾക്കുണ്ടാകുന്ന വലിയൊരു സംഘർഷമാണ്: ഞാൻ ദൈവസ്നേഹത്തെ പ്രതി ആണെന്ന് കരുതി ഈ ഒരു ത്യാഗം അനുഷ്ഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഞാൻ വെള്ളം ചേർക്കാതെ വില കൊടുക്കുമ്പോൾ എനിക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ടാകുമോ? എനിക്കുണ്ടാകുന്ന നഷ്ടം എൻ്റെ ഭാവി ജീവിതത്തെ ബാധിക്കില്ലേ? എൻ്റെ ചുറ്റുമുള്ളവർ നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് കുതിക്കുമ്പോൾ ദൈവസ്നേഹം എന്നെ പ്രേരിപ്പിക്കുന്ന പ്രകാരം ജീവിച്ചാൽ എനിക്ക് കുറവുകൾ ഉണ്ടാവുകയില്ലേ? സമൂഹം എന്നെ ഇല്ലാത്തതായി കരുതുകയില്ലേ? സമൂഹത്തിന് മുമ്പിൽ ഭൗതിക നേട്ടങ്ങൾ എനിക്കില്ലാതാവില്ലേ? എന്നാൽ വിശുദ്ധ ഫൗസ്റ്റീന തന്റെ അനുഭവത്തിൽ നിന്ന് അനേക വിശുദ്ധരോട് ചേർന്ന് സഭയുടെ ചരിത്രത്തോട് ചേർന്നുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്: പരിശുദ്ധമായ സ്നേഹം ആരെയും ഒരിക്കലും വഴിതെറ്റിക്കില്ല. ദൈവം ഒരിക്കലും നമ്മെ വഴിതെറ്റിക്കില്ല. ദൈവമാകുന്ന വഴി, ഈശോ പറഞ്ഞില്ലേ, ഞാനാകുന്ന വഴി. ഈശോയിലൂടെ പിതാവ് നമുക്ക് ജന്മാവകാശമായിട്ട് തരുന്ന ദൈവമക്കളുടെ പൂർണ്ണതയിലേക്ക് വളരാനായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.